ഹലോ, അപ്പോൾ അതേ ഒരു മുട്ടക്കുഴപ്പത്തിൻ്റെ റെസിപ്പി നമുക്ക് കണ്ടാലോ. അതിന് വേണ്ടി ഞാൻ നന്നായിട്ടൊന്ന് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മൈദപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വെള്ളവും ഒഴിച്ച് ആ മാവ് ഒന്ന് കുഴച്ചെടുക്കാം. നല്ല രീതിയിൽ തന്നെ അത് കട്ടയൊന്നും ഇല്ലാതെ തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. നന്നായിട്ട് തന്നെ ലൂസാക്കി എടുക്കുക മാവ്. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കുഴച്ചെടുത്ത് ഇതൊരു അരമണിക്കൂറൊന്ന് മാറ്റി വെക്കാം നമുക്ക്. ഇനി നമുക്ക് അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ അവിടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പഞ്ചസാര അതേപോലെ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആ മാവ് ആ ദോശയൊക്കെ ചുടുന്ന പോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കാം. ഇത്ര ഉള്ളപ്പോൾ ഈവനിങ്ങിലൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്നാക്കാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ, ഇനിയിപ്പോൾ ആ ചൂടോടെ തന്നെ നമുക്ക് ആ ഫില്ലിങ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ മടക്കി വെച്ചാൽ മതി. കണ്ടോ, അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം. വളരെ സോഫ്റ്റുമാണ്. ഈ ഫില്ലിങ്ങിനകത്ത് നിങ്ങൾക്ക് നട്ട്സൊക്കെ വേണമെങ്കിൽ വറുത്ത് വേണമെങ്കിൽ അതും ഇടാവുന്നതാണ്. കണ്ടോ, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ ഇട്ട് അതൊന്ന് മടക്കി വെക്കുക. കണ്ടോ, അപ്പോൾ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഓക്കെ, ബൈ.